പകുതി വില തട്ടിപ്പിൽ അപേക്ഷകൾ സ്വീകരിക്കാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒരുക്കിയിരുന്നതായി കണ്ടെത്തൽ. ഡിജിറ്റൽ ഗ്രാമം എന്ന പേരിൽ ഓൺലൈൻ പോർട്ടൽ വഴിയും ആളുകളെ ചേർത്തു. സാധനം പകുതി വിലയ്ക്ക് ലഭിക്കാൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നും പരസ്യം. സീഡിന് പുറമെ വേറെയും കമ്പനികൾ പദ്ധതിയിലുണ്ട്. എന്തായാലും നിലവിൽ പ്രതിയായ അനന്തുകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. 5 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി. നിരവധി ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് സീഡ് സൊസൈറ്റിയുടെ പേരിൽ ഇത്തരത്തിലുള്ള വലിയ സാമ്പത്തിക ക്രമക്കേടും തട്ടിപ്പും നടന്നത്. പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്തും പകുതി വിലയ്ക്ക് ഗൃഹോപകരണങ്ങൾ വാഗ്ദാനം ചെയ്തുമായിരുന്നു തട്ടിപ്പ് നടത്തിയത്. കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേടാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അന്വേഷണവും നിലവിൽ പുരോഗമിക്കുന്നുണ്ട്. ഓരോ ജില്ലയിലും 100 കണക്കിന് പരാതികളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പകുതി വില തട്ടിപ്പിൽ എന്തായാലും ഇത്തരം അപേക്ഷകൾ സ്വീകരിക്കാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കൂടി ഒരുക്കിയിരുന്നതായാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡിജിറ്റൽ ഗ്രാമം എന്ന പേരിൽ ഓൺലൈൻ പോർട്ടൽ വഴിയും ആളുകളെ ചേർത്തു. സാധനം പകുതി വിലയ്ക്ക് ലഭിക്കാൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എന്നായിരുന്നു പരസ്യം. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, വിവരങ്ങൾ. രോഹിണി, ഈ പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനം വാഗ്ദാനം ചെയ്തു തട്ടിപ്പ് നടത്തിയ സാങ്കേതിക വിദ്യ ഒക്കെ തന്നെ ഉപയോഗിച്ച് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഒരു വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ് അനന്തുകൃഷ്ണൻ അടക്കമുള്ളവർ ചെയ്തു എന്നൊരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഈ തട്ടിപ്പിനായി ഇവർ ഉപയോഗിച്ചു. അതിന് ഡിജിറ്റൽ ഗ്രാമം എന്ന ഓൺലൈൻ പോർട്ടൽ വഴി ആളുകളെ കൊണ്ട് ഈ സാധനങ്ങൾക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തു. അങ്ങനെ 3 ഘട്ട രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ മാത്രമേ തങ്ങൾക്ക് ഈ ഇരുചക്ര വാഹനങ്ങൾ അടക്കമുള്ള സാധനങ്ങൾ പകുതി വിലയ്ക്ക് ലഭിക്കുകയുള്ളൊരു വാഗ്ദാനമാണ് ഇവർ നൽകിയത്. അത്തരത്തിൽ നിരവധി പേർ ഈ ഒരു ഡിജിറ്റൽ ഗ്രാമം എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഇത്തരം രജിസ്ട്രേഷൻ നടത്തുകയും അവർക്കും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരം ലഭിക്കുന്നത്. മാത്രമല്ല, ഇവർ ഈ സീഡ് സൊസൈറ്റി മാത്രമല്ല മറ്റ് പല സൊസൈറ്റികളും ഇത്തരത്തിൽ ഇവരുമായി കൂട്ടാളികളായി പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരം വാഗ്ദാനങ്ങൾ ആളുകൾക്ക് നൽകിയിരുന്നു. അത്തരത്തിൽ വലിയൊരു തട്ടിപ്പ് തന്നെയാണ് ഇവർ നടത്തിയെന്ന വിവരം തന്നെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ തന്നെ വിവിധ സൊസൈറ്റികൾ, ഈ സീഡ് സൊസൈറ്റി ഈ തട്ടിപ്പുകാർ തന്നെ ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നു. അതുകൂടാതെ മറ്റ് പല സൊസൈറ്റികളും കാലങ്ങളായി കണ്ണൂരിൽ പ്രവർത്തിച്ചു വരുന്ന സൊസൈറ്റികളുമായും ഇവർ ഈ ബന്ധമുണ്ടാക്കുകയും അത്തരത്തിൽ ആ സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട ആളുകളെ ചേർത്തും ഇത്തരം തട്ടിപ്പ് നടത്തിയെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ഓരോ വ്യക്തികളിൽ നിന്നും രജിസ്ട്രേഷൻ ഇനത്തിൽ 320 രൂപയാണ് ഇവർ നേടിയത്. അങ്ങനത്തെ അത്തരത്തിൽ 2000 പേരിൽ നിന്നൊക്കെ ഈ 320 രൂപ വെച്ച് വാങ്ങിയാൽ തന്നെ 6 ലക്ഷത്തിന് മുകളിൽ വലിയ തുക തന്നെ അവർക്ക് ഈ തട്ടിപ്പ് സംഘത്തിന് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും വർദ്ധിക്കാം. കൂടുതൽ ആളുകൾ ഇനിയും പരാതിയുമായിട്ട് രംഗത്ത് വരാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇനിയും നിലനിൽക്കുന്നത്. രോഹിണി, ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.